അങ്ങനെ നമ്മുടെ അമ്മച്ചി വീട് സർക്കസ് കമ്പനി എറണാകുളം ജില്ലയിലെ മണിയുടെ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുവാണ്. അതെ. ഈ കാണുന്ന ഗ്രൗണ്ട് കണ്ടു, കുമാരൻ എന്ന് പറയുന്ന ഒരാളുടെ സ്ഥലമാണ്. നമ്മൾ കുമാരനോട് ചോദിക്കുന്നു, എന്നിട്ട് ഇവിടെ തന്നെ നമ്മൾ സർക്കസ് കമ്പനി ആരംഭിക്കാൻ പോവാൻ. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ സിംഹത്തെ അവിടെ നിർത്തുന്നു, കടുവയെ അവിടെ നിർത്തുന്നു, ആനയെ ഇവിടെ നിർത്തുന്നു, കരടിയെ അവിടെ നിർത്തുന്നു. അപ്പൊ കൊരങ്ങനെ അവിടെ നിർത്തും? നീ എവിടെയെങ്കിലും പോയില്ലടാ. എന്തിനാണ് ഞാൻ എന്തെങ്കിലും പറയാൻ നേരത്തെ അതിന്റെ ഇടക്ക് കയറി സംസാരിക്കുന്നത്? അതല്ലേ കൊരങ്ങനെ എവിടെ കൊണ്ട് നിർത്തും? അതാ പറഞ്ഞത്, നിനക്ക് എവിടെയെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ അവിടെ അങ്ങ് കൊണ്ട് വെച്ചേക്കണം. മനസ്സിലായി? വന്യമൃഗങ്ങളെല്ലാം മുതലാളി പറഞ്ഞു നിർത്തൂല്ലേ? അതെ, വന്യമൃഗങ്ങൾ എല്ലാരും ഞാനിങ്ങനെ പറഞ്ഞു നിർത്താൻ പോവാ. അതെ, വന്യമൃഗങ്ങളെല്ലാം മുതലാളി പറഞ്ഞു നിർത്തും. പക്ഷെ മുതലാളി നിൽക്കണമെങ്കിൽ മുതലാളിയുടെ ഭാര്യ പറയണം. എടാ ബോലോറാമേ, നീ എന്തോ വർത്താനമാണോ ഈ പറഞ്ഞത്? എടാ നീ എന്റെ സർക്കസ് കൂടാരത്തിൽ വന്ന് കയറുന്ന സമയത്ത് ഈ രൂപം അല്ലായിരുന്നു നിനക്ക്. ഒട്ടിയൊരു വയറുവാട്ടി വന്ന് സത്യം പറഞ്ഞ കണ്ട ഇവന്റെ വയറേതാണെന്ന് നടുവേതാണെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. ആ കോലത്തിൽ വന്നവനാണ്. എന്റെ ഉപ്പും ചോറും തന്നാണ് നീ ഈ കോലത്തിലായത്. അതിന്റെ BP ഒക്കെ എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഉണ്ടാവും. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. എടാ ഞാൻ നിന്നെ കൂടെ നിർത്തി. എന്തുകൊണ്ടാണ് ഞാൻ നിന്നെ കൂടെ നിർത്തിയത്? എന്തുകൊണ്ടാണ്? എടാ ഇവിടെ ഇറച്ചി മാത്രം തിന്നോണ്ടിരുന്ന സിംഹത്തെയും പുലിയെയും മോട്ടിവേഷൻ ചെയ്ത് വെജിറ്റേറിയൻ ആക്കിയതിനാണ് ഇവൻ. മനസ്സിലായി? അത് ആ ലാഭം ഉണ്ടാക്കി തന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ നിന്നെ കൂടെ നിർത്തിയിരിക്കുന്നത്. എനിക്ക് ഇറച്ചി തിന്നണ്ടേ? പിന്നെ ഇറച്ചി തിന്നണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? മുതലാളിയെ കാണുന്നു. മനസ്സിലായി? എന്നിട്ട് നമ്മൾ ഇതിന്റെ കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്തു. എന്താണ് നമുക്ക് എവിടെ നിർത്തേണ്ടെന്ന് പറയുന്നത്? എടാ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കടുവയെ അവിടെ നിർത്തുന്നു. കടുവ എല്ലാം അവിടെ നിർത്തേണ്ടത് പിന്നെ സിംഹത്തെ നിർത്താം. സിംഹം അല്ലേ കാട്ടിലെ രാജാവ്? ഫ്രണ്ട് നിൽക്കുന്ന സിംഹം. എടാ നിന്നോട് ആരാണ് പറഞ്ഞത് സിംഹമാണ് കാട്ടിലെ രാജാവെന്ന്? അല്ലേ? എടാ യഥാർത്ഥത്തിൽ കാട്ടിലെ രാജാവെന്ന് പറയുന്നത് കടുവയാണ്. അതെങ്ങനെ ശരിയാവും? എടാ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ആൺസിംഹം എന്ന് പറയുന്ന സിംഹം കാട്ടിലെ രാജാവാണല്ലോ. ഒരു പണിക്കും പോകത്തില്ല, സ്വന്തമായിട്ട് ആഹാരം പോലും ഉണ്ടാക്കത്തില്ല. പെൺസിംഹം പോയി വേട്ടയാടിക്കൊണ്ട് വന്നാലേ ഈ ആൺസിംഹം തിന്നത്തുള്ളൂ. അങ്ങനെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മൾ കടുവേനെ വേണം അവിടെ ഇരുത്താനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ കരടിയെ ഏറ്റവും ഫ്രണ്ടിൽ കൊണ്ട് നിർത്തും. വേണ്ട കരടി അവിടെ നിർത്തരുത്. ഏറ്റവും ബാക്കിൽ പോണം. എടാ കരടി കുതിരയാണ് നിർത്തിയത്. നീ എന്തോ വർത്തമാനമാണ് പറയുന്നത്? എടാ കുതിരയെ അവിടെയല്ലേ നിർത്തേണ്ടത്? കുതിരയെ നമ്മൾ നിർത്തേണ്ടത് ഈ കരടിയുടെ പുറകിലായിട്ട് വേണം കുതിരയെ നിർത്താനായിട്ട്. ഈ കരടി ഫ്രണ്ടിൽ കൊണ്ട് നിർത്താൻ വെൽക്കം ഡ്രിങ്ക് കൊടുക്കാം. ഞാൻ ബൊഫേ നടത്താൻ പോകും. എടാ പുലിയെ കൊണ്ടുവന്ന് ഞാൻ ചിലപ്പോ ഇവിടെ നിർത്തും. നിനക്ക് തടയിനകത്ത് കുഴപ്പം? ഇവിടെ പുലി നിന്നാ ശരിയാവൂലെന്ന്. കടുവയൊക്കെ ബാക്കിൽ പോയിട്ട് ഇവിടെ കുതിര നല്ല വെള്ളം. ഇവിടെ തന്നെ വേണം പുലി നിൽക്കാനായിട്ട്. പുലി അവിടെ നിന്നോട്ടെ. അതാണല്ലോ പുലി അവിടെയാണ്. പുലി അവിടെ നിൽക്കട്ടെ. ഒപ്പം സൈഡ് ഇതാ ഇവിടെ ആയിട്ട് കൊരങ്ങൻ നിൽക്കട്ടെ. അവിടെ ഇവിടെ നിൽക്കട്ടെ. ഇവിടെ കൊരങ്ങൻ നിൽക്കണം. ഞാൻ പറഞ്ഞില്ലേ നിൽക്കണമെന്ന് ഇത്ര ഉറപ്പിച്ചു വരാൻ താനാരാണോ? പിന്നെ എന്റെ വസ്തുവിൽ ഏതൊക്കെ ജീവികൾ നിൽക്കണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്ന. അതേ ഇവിടെ കൊരങ്ങൻ നിൽക്കട്ടെ. മണിയുടെ കുമാരൻ ഞാൻ തിരക്കി നടക്കുമായിരുന്നു. അതെ, ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ശൗചാലയത്തിന്റെ പരസ്യത്തിലുണ്ടോ? പിന്നെ സുഗന്ധമുറുക്കാന്റെ ടിന്നിലോ അവിടെ എവിടെയോ കണ്ട് അങ്ങനെ എന്തോ കണ്ടു പരിചയം. മുതലാളി അറിയാത്തോണ്ടാണ്. മുതലാളി ആരാണെന്ന് അറിയാവുന്നത്. നീ ഏതാടാ? അത് നീ പറ, നീ ആരാന്ന് പറ. അല്ല അങ്ങനെയാണ് നിങ്ങളായിക്കോ. അല്ല മനസ്സിലായില്ല നിങ്ങൾ ആരാ? മനസ്സിലായി, ഞാൻ പറഞ്ഞുതരാം. അതായത് അമ്മച്ചി വീട് സർക്കസ് കമ്പനി. അമ്മച്ചി വീട് സർക്കസ്? അതെന്താണ്? ജംബോ സർക്കസ്, ജെമിനി സർക്കസ് എന്നൊക്കെ ഉണ്ട്. ഈ അമ്മച്ചി വീട് എന്ന് പറഞ്ഞാ അത് സംഭവം എന്ന് പറഞ്ഞാൽ എന്റെ അമ്മച്ചി വീട് വിറ്റിട്ടാണ് ഞാൻ ഈ സർക്കസ് കമ്പനി ആരംഭിച്ചത്. കുടുംബം വിറ്റ് സർക്കസ് നടത്തുന്ന ഒരുത്തിന് ആദ്യമായിട്ട് കാണും. പക്ഷെ ഇതിനകത്ത് വെറൈറ്റി ആയിട്ട് എന്താണ്? അതായത് ഈ നമ്മുടെ ഈ റൗണ്ടിനകത്ത് തീ കത്തിക്കും. ഈ തീ കത്തിച്ചിട്ട് ഇതിനകത്തൂടെ കണ്ണ് കെട്ടി ഞാൻ ഇങ്ങനെ ചാടും. എന്നിട്ട് ഇങ്ങനെ വന്ന് കുനിഞ്ഞൊരു നിപ്പുണ്ട്. വല്ല ആവശ്യം ഉണ്ടായിരുന്ന അമ്മച്ചിയുടെ സ്വത്തൊക്കെ വിറ്റിട്ട് ഈ സർക്കസ് നടത്തി കുഞ്ഞിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആ സ്വത്ത് നല്ല ആ വിറ്റിട്ട് അത് ബാങ്കിൽ കൊണ്ടിടാത്തത് 10 പൈസ കിട്ടിയാലോ. ഞാൻ ആരാണെന്നും പക്ഷെ സംഭവം അറിയോ? ഞങ്ങൾ ഈ പറമ്പ് നമ്മൾ ഇതിന് വേണ്ടിട്ട് വാങ്ങി, അതായത് 1 മാസത്തേക്ക് വാടക എടുക്കാനായിട്ട് വന്നതാണ് സർക്കസാ. അയ്യോ പറ്റത്തില്ല. ഞാൻ 69 കൊടുത്തേക്കാണ്. 69? അതേന്ന് ഏതെടുത്താലും 69 വേണം. അവരിവിടെ വന്നിട്ട് 2 കിട്ടി പരിപാടി ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. സംഭവം നിങ്ങൾക്ക് മനസ്സിലാഞ്ഞിട്ടാണ്. ഞാൻ പറഞ്ഞില്ല, ഈ കഴിഞ്ഞ കോഴിക്കോടുണ്ട്. കോഴിക്കോട് എന്റെ ദൈവമേ, ഞങ്ങളെ മാനാഞ്ചിറ മൈതാനത്ത് ഞങ്ങളുടെ സർക്കസ് കൂടാരെ കൊണ്ടൊക്കെ കെട്ടി. എന്റെ പൊന്നടാവേ, എവിടുന്നൊക്കെ ആൾക്കാർ വന്നെന്നറിയാവോ? അങ്ങനെ സർക്കസ് കൂടാരെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വന്ന് റോഡിന്റെ അവിടുന്ന് ഇവിടം തൊട്ട് അവിടെ വരെ അങ്ങനെ ക്യൂ. അതാരാ അത്? അതിന്റെ ഭാര്യ. എവിടെ എന്തിനിത് എത്തി വെക്കണം ഇങ്ങോട്ട്? അതെന്തെടുക്കുക? ആട്ടിന് വെള്ളം കൊടുക്കാനാണ്ട് പോകണമെന്ന് തോന്നുന്നു. ആടിന് വെള്ളം കൊടുക്കാൻ പോകണം. ആടിന് വെള്ളം കൊടുക്കാൻ പോണ? അവള് വെള്ളം കൊടുക്കാൻ പോണേ കൂടെ പോണോ നീ? ഇല്ല.
വെള്ളം ഇറക്ക് അത് നോക്കിട്ടിരിക്കണ കാര്യം എന്താ? അല്ല ഞാൻ അത് ഒരു പൊക്കോളൂ, അത് അത് പൊക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് എന്റെ പൊന്നേടെ തമ്പാനൂരിലായിരുന്നു സാഗരമായിരുന്നു. തമ്പാനൂർ ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്ത് തന്നെ നമ്മൾ കൊണ്ട് ഈ ടെന്റ് കെട്ടി വണ്ടി ഈ ബസ്സിനകത്ത് കയറാൻ പോകുന്ന ആൾക്കാരില്ലേ ഓരോ സ്ഥലത്തോട്ട് പോകാൻ മറന്നുപോയി. ഞങ്ങളുടെ ഷോ കാണാനായിട്ട് ഇങ്ങനെ റോഡിന്റെ അവിടം തൊട്ട് ഇവിടം വരെ അങ്ങ് നിരന്ന് നിൽക്കും. അതാരാ